ഹലോ അപ്പാ ഞാനാ അലക്സ്. എന്നതാടാ? കാര്യം മറ്റൊന്നുമല്ല, ആ എരണം കെട്ടവൻ തന്നെ. അവൻ ഇന്നലെ രാത്രി അവിടെ ഡ്യൂട്ടിയിലിരുന്ന SI കൈവച്ചു. അവന്റെ പരിപ്പ് എടുക്കാനായിട്ട് സ്റ്റേഷനിൽ എല്ലാരും കൂടെ അങ്ങോട്ട് വരാൻ തുടങ്ങുക, വടക്കം വീട് തറവാട്ടിലോട്ട്. SP അലക്സ് തോമസിന്റെ അനിയനെ SI കൈകാര്യം ചെയ്തതിന്റെ പേരിൽ വീട്ടിൽ കയറി പൊക്കിയുന്ന ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ റിസൾട്ട് വരിക. ഞാൻ എന്നാ വേണമെന്ന് അപ്പം പറ. ഈ തൊപ്പി ഉരി വെച്ച് തറവാട്ട് പറമ്പിൽ കിളക്കാൻ ഇറങ്ങണോ? നീ ഒന്നും വേണ്ട, അതെന്നാ വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കോണിപ്പടി കിട്ടിയിരുന്നെങ്കിൽ പുത്തൂര് രമണിയുടെ വീട്ടില് മതില് ചരമായിരുന്നു. കറക്റ്റ് പൊക്ക. ഈശ്വര, ഈ കിടപ്പിലങ്ങ് തീർന്നു പോയാ മതിയായിരുന്നു. പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന അടിമേടിച്ച് തീരുന്നതിലും ഭേദം. കൊച്ചുകുഞ്ഞ് എഴുന്നോക്കടാ. ഏത് പന്ന മോനടാ എന്നെ ഡാന്ന് വിളിക്കുന്നത്? ചത്തുപോയ നിന്റെ അപ്പനാടാ. ദാ ഇവിടെ ഈ ഓട്ടും പുറത്ത്. അച്ചുവേ, നീ എന്നതാടാ ഈ പാതിരാത്രിയില്? ഓ, രാത്രിയല്ല പകലാ. ഇപ്പൊ തൃപ്തിയായല്ലോ. വേണ്ട വേണ്ടാന്ന് ഞാൻ പലയിടത്തും പിടിച്ചു പറഞ്ഞു, എന്നിട്ടും തല്ലി. തല്ലിയെന്ന്? നിന്നെ ആരാടാ തല്ലിയത്? എന്നെയല്ല, ആ ഗണേശനസിയെ. അവിടെ നിങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഫുൾ വിങ്. പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് നിന്നോ. എടാ, നീ എന്നതൊക്കെ പറയുന്നത്? ആ ഗണേശൻ SI ആയിട്ട് നമ്മൾ ഇന്നലെ രാത്രി എന്ത് ഡീസന്റ് ആയിട്ടാടാ പിരിഞ്ഞത്. ആ ഡീസന്റ് മനുഷ്യനെ വെറും 2 മിനിറ്റ് കൊണ്ടാടാ നീ 8 കുളിമുറി 7 അടുക്കളയാക്കി മാറ്റിയത്. നന്നായിട്ടൊന്ന് ഓർത്തു നോക്കിയേ. എടാ അജുവേ, ആ ഗണേശൻ SI അവസാനം വിളിച്ച നായിന്റെ മോനേല് ഒരു ഭീഷണിയില്ലടാ. ശരിക്കും അതുള്ളതാ. എന്നാ പിന്നെ ഗിയർ മാറ്റല്ലേ? അയ്യോ വേണ്ട, വേണ്ടെന്ന്. നീ കൊച്ചുഞ്ഞിന്റെ തറവാട്ടിൽ കയറി വന്ന് എന്റെ കൂം പിടിച്ചെടുക്കും അല്ലടാ SI കഴിവറണ മോനെ. ശരിക്കും ഇതാ അവിടെ സംഭവിച്ചത്. ഈ ഓടിന്റെ പുറത്തിരുന്ന് ഇനിയും ഞാൻ വിശദീകരിക്കണോ? എന്നതല്ലേ ഇതിങ്ങനെ പോയാ എന്നതാവൂല്ലേ? വേണ്ട, ഞാൻ ഇനി കള്ളുകൂടി നിർത്താൻ തീരുമാനിച്ചതാ. ശരിക്കും ആൾക്കാരെ പറഞ്ഞിട്ട് നമുക്കിനി ഒരു പെഗ് പോലും അടിക്കണ്ട. അത് പോട്ടെ, ഈ നടന്ന സംഭവത്തിലോട്ട് ഞാനിപ്പോ എന്നതാ വേണ്ടത്? അത് ഓ, 27 വയസ്സ്. പോലീസിന്റെ കുപ്പായമിട്ട് ഇന്നേവരെ ഒരുത്തനും ഒരു താൻ തോന്നി അന്വേഷിച്ച് ഇങ്ങോട്ട് കാര്യം വന്നിട്ടില്ല. നീ ഒരുത്തൻകാരന് അങ്ങനെ വല്ലതും നടന്നാ പിന്നെ വച്ചേക്കത്തില്ല തോമച്ചൻ. വാ പൊളിച്ച് നിക്കാതെ ഇറങ്ങണ പുറത്ത്. ഇറങ്ങുവാ അന്നേ. എന്നാലും അമ്മാവ, കൊച്ചുഞ്ഞിങ്ങനെ കക്കൂസി പോലും പോവാതെ ഇതേപടി പോലീസ് സ്റ്റേഷനിലോട്ട് കെട്ടിയെടുത്ത ആ ചീത്തപ്പേരും ഇതേ തറവാട്ടിനല്ലയോ? അധിക പ്രസംഗി, ഇനി നിന്റെ ആസനം കഴുകാൻ പോലീസാണ്. എന്റെ പൊന്ന് സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി ഒന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ അഹങ്കാരമായി പോവെങ്കിൽ ഒരു അരയെങ്കിലും പറഞ്ഞോട്ടെ, ഒരു ഹാഫ്. അറിയില്ല, ഒരു അണുമണി നിന്റെ നോക്കണെങ്കിൽ മോനെ എന്റെ തനി സ്വരൂപം നീ ഇന്ന് കാണും. നോക്കി നിൽക്കാതെ ഇടിച്ച് കലക്കണം. എന്റെ പൊന്ന് ഗണേശൻ സാറേ, ഓരോന്നിനോരോ മര്യാദയുണ്ട്. സാറിനെ ഞാൻ ഇന്നലെ ചവിട്ടിക്കൂട്ടിയതാണ് വിഷയമെങ്കിൽ അതിന് സാർ എന്നെ ചവിട്ടിക്കൂട്ടണം. അതാണ് അതിന്റെ ശരി. അതിനൊക്കെ അപ്പുറത്തേക്ക് സാർ ഒരു മഹാസത്യം മനസ്സിലാക്കണം. സാർ ഇപ്പോൾ കൈവയ്ക്കാൻ പോകുന്നത് ആരുടെ ശരീരത്തിലാണെന്നുള്ള സത്യം. സാറൊക്കെ കണ്ട പാതി കാണാത്ത പാതി ചടപടാന്ന് സല്യൂട്ട് ചെയ്യുന്ന പാലക്കാട് SP നായിന്റെ മോനെ, നിന്റെ ഈ പുന്നാര ചേട്ടന്മാര് പല ആവർത്തി എന്നെ വിളിച്ചു പറഞ്ഞു നിന്നെ ഒന്ന് ഇടിച്ചു കലക്കി പരുവപ്പെടുത്തിയെടുക്കാൻ. അതാ ആ സാറുമാരുടെ ഓർഡർ. തറവാടിന്റെ പേരും പറഞ്ഞ് തറയായിട്ട് അങ്ങോട്ട് വാഴാമെന്ന് കരുതിയോടാ പുല്ലേ. ഉത്തരവ് മോളിന ചവിട്ടി കൂട്ടാ ഈ പന്നീനെ. എന്റെ ഗുരുവായൂരപ്പ, ഈ വരുന്നതാരാ? സുപ്രീം കോർട്ടിലെ അഡ്വക്കേറ്റ് ആനന്ദ് ശർമ്മയാ. താൻ പത്രം ഒന്നും വായിക്കാൻ? ഏതായാലും സല്യൂട്ട് ചെയ്യല്ലേ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഗണേഷ്. I am Advocate Anand Sharma.
ப்ளீஸ் ரிலீஸ் தான். அந்த போலீஸ்காரனை பத்தி தான் நான் சொன்னேன். ஏ கட்சிக்காரர் வடக்கன் வீட்டில் കൊച്ചുഞ്ഞുണ്ട ബെയിൽ ഓർഡർ എന്റെ കയ്യിലിരിക്ക്. കൊള്ളാം. സുപ്രീം കോർട്ടിലെ ഈ സാറിന് അവിടെ വേറെ പണിയൊന്നുമില്ലേ? இருக்கும், எப்போவாவது அப்பப்போ இருக்கும். அதை ஒரேடியா மறந்துடக்கூடாதுதான் ഇപ്പൊ ഞാൻ ഇവിടെ വന്നത്. എന്റെ പൊന്ന് ശർമാജി, ഈ വരവിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? തെറ്റ് 100% കൊച്ചുകുഞ്ഞിന്റെ ഭാഗത്താ. മൂക്കറ്റം കള്ളും മോന്തി വണ്ടി ഓടിച്ചതും പോരാഞ്ഞിട്ട് അബോധത്തിൽ ഈ നിൽക്കുന്ന ഗണേശൻ സാറുമായിട്ടൊരു കരമിടപാട് നടക്കുകയും ചെയ്തു. പക്ഷെ കണ്ണി കുത്തിയാ കാണാതിരുട്ടായതുകൊണ്ട് നമ്മുടെ അച്ചു അല്ലാതെ വേറെ ആരും ആ ഇടപാടിന് സാക്ഷ്യം വഹിച്ചില്ല. അയ്യോ, തുന്നലുണ്ടോ സാറേ? ബഹുമാനമുണ്ട് സാർ. നിങ്ങളുടെ ഈ കക്ഷി നിയമം തെറ്റിക്കുക മാത്രമല്ല ചെയ്തത്, അന്തസ്സായി ജോലി ചെയ്യാൻ ഇറങ്ങിയ ഒരു പോലീസ് ഓഫീസറെ അതിക്രൂരമായി ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു എഫ്ഐആർ കൂടി ഞാൻ ഇവന്റെ പേരിൽ എഴുതി ചേർത്താ പിന്നെ ഈ നീളം കവർ മതിയാവില്ല. സാറിന് ഇവനെ ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കി കൊണ്ടുപോവാൻ. കറക്റ്റ്. ரொம்ப സിൻസിയർ പോലീസ് ഓഫീസറിന് സാർ ഇപ്പൊ പറഞ്ഞു. അതേ നേരത്തില് ഇന്നലെ രാത്രി ഡ്യൂട്ടിക്ക് ഇറങ്ങിയ സാറും സാറിന്റെ സഖാക്കളും தொழில எவ்வளவு பக்தியா உண்மையா ஆத்மார்த்தமா இருந்தீங்க நிரூபிக்கிறதுக்கு எனக்கு ஒரு சந்தர்ப்பம் கிடைச்சிருக்கு. அதை நான் நிரூபிக்க வேண்டாமா? எவ்ரி டைம் யூ cannot be high, you know. സോറി ശർമാജി, ഒരല്പം ലേറ്റായി. நோ நோ, யூ ஆர் ஆன் டைம். டாக்டர், எனக்கு இவரையும் இவர் கூட இருக்கிற எல்லாருடைய பிளட்டும் டெஸ்ட் பண்ணி இவங்க உடம்புல எவ்வளவு ஆல்கஹால் இருக்குன்னு தெரியணும். മനസ്സിലായില്ല. ഇന്നലെ തണ്ണി പോട്ടിട്ട് വണ്ടി ഓട്ടിയ എന്റെ കക്ഷിക്കാരനെ നീങ്ക പിടിക്കുമ്പോൾ நீங்க எல்லாரும் எத்தனை மாத்திரம் தண்ணி போட்டதுங்கிறத ஞான் அறியணும். அதுக்கப்புறம் எந்த மாதிரி FIR எழுதணுங்கிறத ஞான் പറയും. ഡോക്ടർ കുത്തുങ്ങ. സാറേ, ചതിക്കരുത്. ഇന്നലെ ചെക്കിങ്ങിന് ഇറങ്ങിയപ്പോ മാഹിന്ന് ദർശനം കഴിഞ്ഞു വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഉദിച്ച വക കിട്ടിയ പുള്ള് പോട്ട് കാലിയാക്കുമ്പോ ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. അതിൽ ഞാനും കഴിച്ചു പോയി 4 എണ്ണം. സാർ എത്ര കഴിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. അത് സാറിനോട് തന്നെ ചോദിച്ചാൽ മതി. தொழில இவ்வளவு போதையா இருக்கிற உங்களுக்கு இப்ப தெரியணுமே FIR எப்படி எழுதணும்னு. അല്ല, അത് പിന്നെ நமக்கு வேற வேலை ஒண்ணு இல்ல பாருங்க. அதனாலதான் இந்த பெரிய கவரோட இந்த சின்ன ஆளை கூட்டிட்டு போலான்னு வந்தேன். வரட்டுமா? ഉള്ളത് പറയാലോ സാറേ, നല്ല സാധനം വല്ലോ മേടിച്ചടിച്ച അത്ര പെട്ടെന്ന് മണം പിടിക്കുകയില്ല. എന്നാൽ ഇന്നലെ സാറ് മുഖാമുഖം വന്ന് ഊതിക്കോ എന്ന് പറഞ്ഞപ്പോഴേ ഓസിനടിച്ച ആ കൂതറ സാധനത്തിന്റെ മണം എനിക്ക് കിട്ടി. മോനൊന്നും അതേ ജംഗ്ഷനിലാണോ ഡ്യൂട്ടി? അയ്യോ, കരയില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഈ ആനന്ദ് ശർമ്മയ്ക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ? സുപ്രീം കോർട്ടിൽ നിന്ന് ഇവിടെ വരെ വന്ന് ഇവനെ പോലുള്ളൊരുത്തിന് വക്കാലത്ത് പറയാൻ? ഇതൊന്നുമല്ല, അങ്ങേരെ പോലെ വേഷം കെട്ടി ഇറങ്ങി പുറപ്പെട്ട വല്ല നാടകന്മാരായിരിക്കും. വിഡിത്തം പറയാത്തറ. ആ വന്നുപോയത് ആനന്ദ് ശർമ്മ തന്നെയാ. സ്റ്റേഷനിൽ നാം അഫൻ ഗണേശ് എന്നെ വിളിച്ച് പറഞ്ഞതാ. ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ, അതിനു പകരം അവനങ്ങ് ഷൈൻ ചെയ്തു. പണ്ടാറടങ്ങാനായിട്ട് വല്യപ്പന്റെ ഒസ്യത്ത് പ്രകാരം പ്രമാണത്തിലോട്ട് അവൻ ഒപ്പ് വെച്ചാലേ വീതമൊപ്പ് നടക്കത്തുള്ളൂ. ഇതിപ്പോ പന്നിങ്ങനെ വിലം കടിച്ചു നിന്ന പ്രൈവറ്റ് ഹാർബർ ഒലത്തി കൊടുക്കാൻ ഞങ്ങളുമുണ്ട് എന്നും പറഞ്ഞ് 300 കോടിക്ക് കരാർ ഒപ്പിട്ടതും 30 കോടി അഡ്വാൻസ് കൊടുത്തതും എല്ലാം ചേർത്ത് ആ ബോംബെ പാർട്ടി നമ്മുടെ ഒസ്യത്ത് എഴുതും. അടുത്ത ആഴ്ച അവന്മാരുടെ ലാസ്റ്റ് മീറ്റിംഗ്, അത് മറക്കണ്ട. രണ്ടാമത്തെ പേയ്മെന്റ് അണ്ണാക്കിൽ ഉടക്കി. ഇനി മൂന്നാമത്തേത് മൂട്ടുടക്കുന്നതിന് മുമ്പ് എന്നെ വെച്ച് തീരുമാനിച്ചേക്കണം. തന്തമാര് ഇതിനിടയ്ക്ക് നിൽക്കുന്നുണ്ട ഈ മര്യാദ. അതല്ലേൽ ഭാഗം വെപ്പും ശവമടക്കുമെല്ലാം ഒരുമിച്ച് നടന്നേനെ. ജോക്കുട്ടനെത്തി. കരിമീൻ പൊള്ളിച്ചതും റെഡി. നീ എന്ന് വാതിലോർക്ക്.